ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മനോരഥങ്ങൾ MTയുടെ നോവലിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു, ഓളവും തീരവും. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. 9 ചെറുകഥകളാണ് ഉള്ളത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ബാക്കിയും ഓരോന്നോരോന്നായിട്ട് വരും. അപ്പോൾ അതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുന്നിലോട്ട് പോവാം. വിൽപ്പന. ഡയറക്ടർ അശ്വതി വി നായർ. മ്യൂസിക് ബിജിൽ ലാൽ, എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ക്യാമറാമാൻ എടുത്ത് പറയേണ്ടതാണ് ദിവാകർ മണി. പിന്നെ എഡിറ്റ് ചെയ്തേക്കുന്നത് അതും എടുത്ത് പറയേണ്ടതാണ് ദിലീപ് ദാമോദർ. ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആസിഫ് അലി മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പിന്നെ മധു ബോളിവുഡ് ആക്ട്രസ് ആണെന്ന് തോന്നുന്നു. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ മധു ചെയ്തേക്കുന്ന ക്യാരക്ടർ ഗീത പ്രകാശ്, ചെന്നൈയിലാണ് സെറ്റിലായിരിക്കുന്നത്. പിന്നെ ആസിഫ് അലി ചെയ്ത ക്യാരക്ടർ സുനിൽ ദാസ്, പുള്ളിയും ചെന്നൈയിലാണ് സെറ്റിലായിരിക്കുന്നത്. അങ്ങനെ ഈ ആസിഫ് അലി എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പത്രപരസ്യം കഴിഞ്ഞ് കണ്ടിട്ട് വിളിക്കുന്നു, അതായത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ, അതായത് ഗീത പ്രകാശും വിപിൻ ദാസും കൂടി, സുനിൽ ദാസും കൂടി കണ്ടുമുട്ടുക. അങ്ങനെ ഒരു അവിടെ വെച്ച് വിൽപ്പനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ ക്ലോസ് ആകുന്നു. ആ ഒരു ഫ്ലോട്ടാണ് ഇതിനകത്തൂടെ പോയേക്കുന്നത്. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിനകത്തൂടെ ഇമോഷൻ എന്ന് വെച്ചാൽ ഈ ഗീതാ പ്രകാശിന് കുറേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് ഉണ്ട്. അതെല്ലാം നമ്മളെ ഓരോ സാധനങ്ങൾ, അതായത് വീട്ടിലെ ഓരോ സാധനങ്ങൾ കൊണ്ട് നമുക്ക് അതിനകത്തൊരു കഥ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വർക്കും ആയിട്ടുണ്ട്. അത് ഒരു പിന്നെ വിത്ത് മ്യൂസിക് ചെയ്തേക്കുന്ന ബീറ്റില്ല, അതിൻ്റെ മ്യൂസിക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഇമോഷൻ, ആ പറയുന്നതിൻ്റെ ഇമോഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തുവാ ഗീതാ പ്രകാശിന് കുറേ ഇതുണ്ടെന്ന് വെച്ചാൽ അവർ നേരത്തെ കൊൽക്കത്തയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കുറേ സാധനങ്ങളും എല്ലാം ഷിഫ്റ്റായിട്ട് ചെന്നൈ വന്നിട്ടുണ്ട്. ഇവരുടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആരുമില്ല, ഇവർ ഒറ്റയ്ക്ക് ഇരിക്കും. ഇപ്പോൾ നമ്മൾ അതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഡിപ്രസ് അടിക്കത്തില്ല, അതേപോലെയാണ് ആരും മിണ്ടാനും പറയാനും ഇല്ലാതെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന പുള്ളിക്കാരി അവിടെ ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് കൊടുക്കുന്നത്. ഗീതാ പ്രകാശ് ചെയ്ത ക്യാരക്ടർ നമുക്കായാലും ഉണ്ട്. ഒരു സാധനം ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് ആ സാധനം കൊടുക്കുമ്പോഴുള്ളൊരു വിഷമം ഉണ്ടല്ലോ, അത് ഇതിനകത്തും അറിയാനുണ്ട്. ആ പുള്ളിക്കാരിയുടെ കഥകൾ പറയുമ്പം ആ ഒരു ഇമോഷൻ നമുക്കറിയാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലും, ഇപ്പം നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കി, ഇപ്പം നമ്മുടെ കുറേ നാൾ പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു സാധനം മേടിച്ച് അങ്ങനെയുള്ള ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സാധനത്തിനുള്ള ഒരു ഇമോഷൻ കാണും. എനിക്കങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സാധനം കൊടുക്കാൻ നമുക്ക് തോന്നത്തില്ല. അത് ഇതേപോലെ ഓരോ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഇമോഷൻ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതും ഇതിനകത്തൂടെ ഒരു കണക്റ്റാക്കി പോകുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ വന്ന് നോക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ നല്ല രീതിയിൽ, എന്നിട്ടൊരു വിൽപ്പന ചെയ്യുന്ന ആൾക്കാരുടെ റൂട്ടൊക്കെ കാണിച്ച് നല്ലോണം. അപ്പോൾ ഒരു നോവൽ എങ്ങനെ നമ്മൾ വായിക്കുന്നത്, അതെങ്ങനെ വിഷ്വൽ ചെയ്യുന്നു, അതേപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത്, നേരത്തെ ഇപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും പുള്ളിക്കാരൻ ആസിഫ് അലി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ലെവൽ ക്രോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെവൽ ക്രോസ് ഇതേപോലെയാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി എൻ്റെ വേറൊരു ആക്ടർ എന്നൊരു ലെവലിലോട്ട് മാറി വരുന്നുണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് 1981 നടക്കുന്ന ഒരു സ്റ്റോറി ആട്ടോ. ആ ഒരു കാലഘട്ടം നല്ല രീതിയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആർട്ട് വർക്കിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അല്ല, ഔട്ട്ഡോർ ഷൂട്ടൊന്നും കാണിക്കുന്നില്ല. ഒരു വീടിനകത്ത് കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കും ആയിട്ടുണ്ട്. എനിക്കിത് നല്ല രീതിയിലൊരു വിഷ്വൽ ചെയ്ത് നമ്മളത് കാണുമ്പോൾ നമുക്ക് ആ ഒരു നോവൽ ആ ഒരു സ്ലോ ബേസിൽ പറഞ്ഞ് എല്ലാം പോയിട്ടുണ്ട്. എല്ലാം ഇമോഷണലായാലും എല്ലാം കണക്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കമൽഹാസൻ്റെ നറേഷനിലൂടെ ഈ ഒരു 9 എണ്ണം പോയേക്കുന്നത്, 9 സ്റ്റോറിയും പോയേക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു മ്യൂസിക്, മനോരഥങ്ങൾ എന്നൊരു നോവൽ, ആ പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു സോങ് ഉണ്ട്. അത് കിടിലൻ, എനിക്ക് കേൾക്കാൻ നല്ല രസമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പഴയ നോസ്റ്റാൾജിയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിച്ചു, ആ ഒരു സോങ്ങിനകത്തൂടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിൽപ്പന എന്ന് പറഞ്ഞൊരു നോവൽ, അല്ലെ ചെറുകഥ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വലി കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇതേപോലത്തേക്കുള്ള നോവൽ, എന്നിട്ട് പഴയ നോവലൊക്കെ ഇനിയും ഇതേപോലെ ഒരു സിനിമ രൂപത്തിൽ ആക്കി വരണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് ആസ്വദിക്കാം. ഇത് വായിക്കാനൊക്കെ സമയം കിട്ടാത്തവർക്ക് കണ്ടെങ്കിലും മനസ്സിലാക്കാമല്ലോ. അപ്പം എനിക്ക് ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇനിയും ഇതിൻ്റെ 7 എണ്ണം ഇനിയും റിവ്യൂ വരാൻ കിടപ്പുണ്ട്. അതിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.